ഇന്നത്തെ വീഡിയോ കപ്പയും മീനിന്റെ തലയും മുള്ളും വേവിച്ചത്. അവിച്ചതെന്നോ പുഴുങ്ങിയെന്നോ ഒക്കെ പറയാം. ഇതിന് മുമ്പലത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു മീൻ വാങ്ങി തരം തിരിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത്. അങ്ങനെ സൂക്ഷിച്ച ഇന്നലത്തെ മീനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. മീനിന്റെ തലയും മുള്ളും മാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരപ്പും മസാലയൊക്കെ ഒന്ന് പുരട്ടി കുക്കറിലിട്ടൊന്ന് പുഴുങ്ങിയെടുക്കണം. അതിന് മസാല തയ്യാറാക്കാനായിട്ട് നമ്മളൊരു ജാർ എടുത്തിട്ടുണ്ട്. ഒരു 6-7 പച്ചമുളക് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുരുമുളക് ഞാനൊന്ന് വേവിച്ച് തണുപ്പിച്ചതാണ്, നല്ലതുപോലെ ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മൾ മുളക് പൊടി ഇടാത്തത് കൊണ്ടാണ് പച്ചമുളകും കുരുമുളകും ഇച്ചിരി തോനെ ചേർത്ത് കൊടുത്തേക്കുന്നത്. അതല്ല, മുളക് പൊടി ഇടുവാണെങ്കിൽ നമുക്ക് പച്ചമുളകും കുരുമുളകും കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയും ഒഴിച്ചൊന്ന് അരച്ചെടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം വെള്ളം ഒഴിച്ചു കൊടുത്താലും മതിയാവും. അത് നമ്മളായിരുന്നു അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ചെടുത്ത കൂട്ടി മീനിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചെടുക്കാം. പുതിനയില കൂടുതൽ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ആ പുതിനയില ഒഴിവാക്കാം. എനിക്ക് കൂടുതൽ ഈ പുതിനയിലയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ചേർത്തന്നേ ഉള്ളൂ. അത് വേണ്ടുന്നവർക്കിടാം, വേണ്ടാത്തവർക്ക് അതൊക്കെ ഒഴിവാക്കാം. അങ്ങനെ തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു അരമണിക്കൂർ ഇതുപോലെ വെച്ചിരുന്നിട്ട് ഇനി ഒരു കുക്കർ എടുക്കാം. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉള്ള ഉലുവായും ചേർത്ത് കടുവൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയൊക്കെ നമുക്ക് ഒരു 10-20 വെളുത്തുള്ളിയോളം എടുത്തിട്ടുണ്ട്, കാരണം ചീനിയായിട്ട് നമ്മളിത് കഴിക്കുന്നില്ലേ. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക. ഒരു സവാളയും ചേർത്ത് പച്ചമുളകും ചേർത്ത് കുറച്ച് കൂടുതൽ ചുവന്നുള്ളി എടുക്കുന്നുണ്ട്. നമുക്കിതിനകത്ത് ഈ ചീനിയുടെ കൂടെ കഴിക്കാൻ ഇച്ചിരി ഗ്രേവിയൊക്കെ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉള്ളി കൂടുതൽ ഇട്ട് കൊടുക്കാം. അതല്ല, ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ ഇത്രയും ഇതിൻ്റെ പകുതി മതി ഈ ഉള്ളിയൊക്കെ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തൊന്ന് വാടി വന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെരുംജീരകമൊക്കെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇതിൻ്റെ മുകളിലോട്ട് പറക്കി വെച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല, നമ്മൾ ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാത്രം കഴുകി ആ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അത്രയും മാത്രം. ഇനി തീ കുറച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കുമ്പോഴത്തേക്ക് നമുക്ക് ചീനിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. ചീനി വേവിക്കാനായിട്ട്, ചീനി എന്ന് പറയുന്ന കപ്പ വേവിക്കാനായിട്ട് വെള്ളവും ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കപ്പ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു കൊടുത്ത് അതും ഒന്ന് വേവിച്ചെടുക്കാം. കപ്പയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഊറ്റി മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കുക. അതിൻ്റെ തലയൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. കണ്ട, ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഗ്രേവിയോടുകൂടി ആ ചീനിയൊക്കെ ഒന്ന് ഇതിനകത്ത് തന്നെ മുക്കി കഴിക്കാൻ പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മുമ്പൊക്കെ നമ്മുടെയൊക്കെ എല്ലാ വീട്ടിലും ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്നു. മക്കളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുപോലെ പാത്രത്തിലിട്ട് 4 ചുറ്റും ആളുകൾ ഇരുന്ന് കഴിക്കുമായിരുന്നു. അതൊരു പ്രത്യേക രസമാണ് കഴിക്കാൻ. നിങ്ങൾക്കൊക്കെ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ പങ്കുവെക്കണം. ഇതിൻ്റെ കൂടെ ഇഞ്ചി ഇട്ട നല്ല ചൂട് കട്ടൻ ചായ.